പ്രിയമുള്ളവരെ, വചനജ്വാല 1024 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 20 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ഈശോയുടെ തിരുഹൃദയ വണക്കമാസം 20-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിലെ നമ്മള് യൂദിത്ത് 12-ാം അധ്യായം 1 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ശത്രുപാളയത്തിൽ വസിക്കുന്നു. വെള്ളിപ്പാത്രങ്ങൾ വെച്ചിരുന്ന മുറിയിലേക്ക് അവളെ നയിക്കാൻ അവൻ അവരോട് ആജ്ഞാപിച്ചു. തന്റെ ഭക്ഷണ വിഭവങ്ങളിൽ ചിലതുകൊണ്ട് അവൾക്ക് വിരുന്നൊരുക്കാനും തന്റെ വീഞ്ഞ് പകർന്നു കൊടുക്കാനും അവൻ കൽപ്പിച്ചു. അപ്പോൾ യൂദിത്ത് പറഞ്ഞു, എനിക്കിത് ഭക്ഷിച്ചുകൂടാ, അത് നിയമവിരുദ്ധമാണ്. എനിക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ട്. ഹോളോഫർണസ് പ്രതിവചിച്ചു, നിന്റെ പക്കലുള്ളത് തീരുമ്പോൾ ഞങ്ങൾ അത് എവിടെ നിന്ന് കൊണ്ടുവരും? നിന്റെ ജനത്തിൽ ആരും ഇവിടെ ഇല്ലല്ലോ. യൂദിത്ത് പറഞ്ഞു, നാഥ, നിന്റെ ജീവനാണേ, കർത്താവ് എന്റെ കരത്താൽ നിർവഹിക്കാൻ ഉറച്ചത് ചെയ്യും വരെ നിന്റെ ദാസിയുടെ കൈവശമുള്ള സാധനങ്ങൾ തീരുകയില്ല. അനന്തരം ഹോളോഫർണസിന്റെ ഭൃത്യന്മാർ അവളെ കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. അർദ്ധരാത്രി വരെ അവർ ഉറങ്ങി. പ്രഭാതത്തിനു മുമ്പ് അവൾ ഉണർന്നു. ഹോളോഫർണസിന്റെ അടുത്തേക്ക് ആളെ അയച്ച് അവൾ അപേക്ഷിച്ചു, നിന്റെ ദാസി പുറത്തുപോയി പ്രാർത്ഥിക്കുന്നതിന് കൽപ്പിച്ചതിന് അനുവദിക്കണം. അവളെ തടയരുത് എന്ന് ഹോളോഫർണസ് കാവൽഭടന്മാർക്ക് കൽപ്പന നൽകി. അവൾ 3 ദിവസം പാളയത്തിൽ പാർക്കുകയും രാത്രി തോറും ബത്തൂലിയ താഴ്വരയിൽ പോയി പാളയത്തിലെ അരുവിയിൽ കുളിക്കുകയും ചെയ്തു. അരുവിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവൾ സ്വജനങ്ങളെ ഉദ്ധരിക്കുന്നതിന് മാർഗം കാണിച്ചു തരണമേ എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു പോന്നു. അങ്ങനെ സംശുദ്ധയായി അവൾ കൂടാരത്തിലേക്ക് മടങ്ങുകയും അത്താഴം കഴിയുന്നതുവരെ അവിടെ തങ്ങുകയും ചെയ്തു. ഹോളോഫർണസിന്റെ വിരുന്ന്. 4-ാം ദിവസം ഹോളോഫർണസ് സേനാധിപന്മാരെ ആരെയും ക്ഷണിക്കാതെ അടിമകൾക്ക് മാത്രമായി ഒരു വിരുന്നൊരുക്കി. തന്റെ സ്വകാര്യ പരിചാരകനായ ഷണ്ടൻ ബൊഗോവാസിനോട് അവൻ പറഞ്ഞു, നീ പോയി നിന്റെ സംരക്ഷണയിരിക്കുന്ന ആ ഹെബ്രായ സ്ത്രീയെ ഞങ്ങളോടൊത്ത് ഭക്ഷിക്കാനും പാനം ചെയ്യാനും പ്രേരിപ്പിക്കുക. അത്തരമൊരു സ്ത്രീയുടെ സഹവാസം ആസ്വദിക്കാതെ വിടുന്നത് അപമാനകരമാണ്. നാം അവളെ ആശ്ലേഷിക്കാതിരുന്നാൽ അവൾ തന്നെ നമ്മെ പരിഹസിക്കും. ബോഗോവാസ് യൂദിത്തിനെ സമീപിച്ച് പറഞ്ഞു, സുന്ദരിയായ പരിചാരികെ, വരിക, ഹോളോഫർണസിന്റെ സാന്നിധ്യത്തിൽ ബഹുമാനിതയാവുക. വീഞ്ഞു കുടിച്ച് ഞങ്ങളോടൊത്ത് ഉല്ലസിക്കുക. വീഞ്ഞു കുടിച്ച് ഇന്ന് നീ നബുക്തനേസറിന്റെ ഭവനത്തിൽ സേവനം ചെയ്യുന്ന അസീറിയ പുത്രിമാർക്ക് തുല്യമായി ഭവിക്കുക. യൂദിത്ത് പ്രതിവചിച്ചു, എന്റെ യജമാനനെ നിരസിക്കാൻ ഞാൻ ആരെ? അവന് പ്രീതികരമായതെന്തും ഞാൻ നിശ്ചയമായും ഉടൻ അനുഷ്ഠിക്കും. മരണം വരെ അത് എനിക്ക് സന്തോഷജനകമായിരിക്കും. അവൾ എഴുന്നേറ്റ് തനിക്കിണങ്ങിയ എല്ലാത്തരം ആഭരണങ്ങളും അണിഞ്ഞു. അവളുടെ നിത്യോപയോഗത്തിന് ബൊഗോവാസ് നൽകിയ മൃദുലമായ ആട്ടിൻതോൽ യൂദിത്തിന് ചാരിക്കിടന്ന് ഭക്ഷണം കഴിക്കേണ്ടതിന് ഹോളോഫർണസിന്റെ മുൻപിൽ ദാസി വിരിച്ചു. യൂദിത്ത് അകത്ത് കടന്ന് അതിൽ ശയിച്ചു. ഹോളോഫർണസിന്റെ ഹൃദയത്തിൽ അവളെക്കുറിച്ചുള്ള അഭിലാഷം നിറഞ്ഞു. അവളെ സ്വന്തമാക്കാൻ അവൻ കൊതിച്ചു. ആദ്യമായി കണ്ടതു മുതൽ അവളെ കൊടുക്കാൻ അവൻ അവസരം പാർത്തിരിക്കുകയായിരുന്നു. ഹോളോഫർണസ് അവളോട് പറഞ്ഞു, കുടിച്ച് ഞങ്ങളോട് ഉല്ലസിക്കുക. യൂദിത്ത് പറഞ്ഞു, പ്രഭോ, ഇപ്പോൾ ഞാൻ കുടിക്കും. എന്തെന്നാൽ ജനനം മുതൽ ഇന്ന് വരെയുള്ള ഏത് ദിവസത്തെയേക്കാൾ ഇന്ന് എനിക്ക് എന്റെ ജീവൻ വിലപ്പെട്ടതാണ്. അതിനുശേഷം തന്റെ ദാസി പാകപ്പെടുത്തിയിരുന്ന ഭക്ഷണപാനീയങ്ങൾ അവൾ അവന്റെ മുൻപിൽ വെച്ച് കഴിച്ചു. ഹോളോഫർണസ് അവളിൽ അത്യധികം പ്രസാദിച്ചു. ജീവിതത്തിൽ ഒരിക്കലും. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ സിൽവേരിയസ് പാപ്പായെ അനുസ്മരിക്കുന്ന ദിവസമാണ്. വൈദികനാകുന്നതിന് മുമ്പ് വിവാഹിതനായിരുന്ന
ഹോർമിസ്ദാസ് പാപ്പയുടെ പുത്രനാണ് സിൽവേരിയസ് പാപ്പ. 5 പട്ടം കഴിഞ്ഞ സമയത്താണ് മാർപ്പാപ്പയായത്. വിജിലിയൂസ് എന്ന ആർച്ച് ഡീക്കനോട് അന്തിമൂസിനെ അംഗീകരിച്ചാൽ മാർപ്പാപ്പയാക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് സിൽവേരിയസ് മാർപ്പാപ്പയെ പാതരായിലേക്ക് നാടുകടത്തി. അവിടുത്തെ മെത്രാൻ പാപ്പായെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു. തുടർന്നും മാർപ്പാപ്പയാക്കണമെന്ന് കൽപ്പനയുണ്ടായെങ്കിലും ശത്രുക്കൾ പ്രതിരോധിച്ചു. വന്യമായ ഒരു ദ്വീപിലേക്ക് കൊണ്ടുപോയി. 538 ജൂൺ 20 പാപ്പ അന്തരിച്ചു. ഒരു രക്തസാക്ഷിയായിട്ടാണ് വിശുദ്ധ സിൽവേരിയസ് പാപ്പായെ പരിഗണിക്കുന്നത്. രക്തസാക്ഷിയായ വിശുദ്ധ സിൽവേരിയസ് പാപ്പായുടെ മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം.